Hi, knowledge is power by Yuval Harari. Look at the paragraph questions. Paragraph question number 1. What is the relationship between science and technology? ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് ചോദ്യം. Now take a look at the answer. Science is the study of the natural world by scientific method. അതായത് ശാസ്ത്രം എന്നത് നാം ജീവിക്കുന്ന ലോകത്തെ പറ്റിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ്. ടെക്നോളജി ഈസ് ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് നോളജ്. സാങ്കേതിക വിദ്യ എന്നത് ശാസ്ത്രീയമായിട്ടുള്ള അറിവിന്റെ പ്രയോഗമാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് യൂസ്ഫുൾ ഡിവൈസസ് ആൻഡ് സോൾവ്സ് പ്രോബ്ലം. അത് നമുക്ക് പ്രയോജനമുള്ള മൊബൈൽ ഫോണും യന്ത്രങ്ങളും ഉപകരണങ്ങളും മിസൈലുകളും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ വിവിധ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചു തരുന്നു. ടെക്നോളജി ഈസ് ഡെവലപ്ഡ് ബൈ വേ ഓഫ് സയന്റിഫിക് നോളജ്. അതായത് ശാസ്ത്രവിജ്ഞാനത്തിന്റെ വഴിയെയാണ് സാങ്കേതിക വിദ്യയും ഉണ്ടായത്. There is confusion among people between science and technology. നമ്മളിൽ സാധാരണക്കാർക്ക് സയൻസും സാങ്കേതിക വിദ്യയും തമ്മിൽ ആശയക്കുഴപ്പമാണ്. അവരെ സംബന്ധിച്ച് ഇത് രണ്ടും ഒന്നാണ്. It is because of the strong connection between these two. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള അതിശക്തമായ ബന്ധം കാരണമാണ് ഇങ്ങനെ തോന്നുന്നത്. The relationship between science and technology is a very recent phenomenon. ഇവ തമ്മിലുള്ള ഈ ബന്ധം വളരെ അടുത്ത കാലത്തുണ്ടായതാണ്. Before 1500, science and technology were totally separate fields. ഏതാണ്ട് 1500 ആണ്ടിന് മുൻപ് വരെ സയൻസും ടെക്നോളജിയും രണ്ട് വ്യത്യസ്ത മേഖലകളായിരുന്നു. ഇറ്റ് വാസ് ബേക്കൺ ഹു കണക്റ്റഡ് ദ ടു ഇൻ ദി ഏർലി 17th century. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇവയെ രണ്ടിനെയും കൂടി ബന്ധിപ്പിച്ചത് ഫ്രാൻസിസ് ബേക്കൺ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു. ഡ്യൂറിംഗ് 17th and 18th centuries this relationship tightened. അതായത് 17, 18 നൂറ്റാണ്ടുകളിൽ ഈ ബന്ധം കൂടുതൽ ശക്തമായി. The final relationship was established in the 19th century. അതായത് സയൻസും ടെക്നോളജിയും തമ്മിൽ നാം ഇന്ന് കാണുന്ന ബന്ധം, അതായത് തിയറിയും പ്രാക്ടീസും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി തീർന്നത് 19ാം നൂറ്റാണ്ടിലാണ്. Well friends, this is the answer. Now paragraph question number 2. Comment on the role played by science in the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശാസ്ത്രം വഹിച്ച പങ്ക് എന്താണ്? ഇതാണ് ചോദ്യം. Now take a look at the answer. Science played a major role in the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശാസ്ത്രം ഒരു വലിയ പങ്ക് വഹിച്ചു. ഇറ്റ് വാസ് സയൻസ് ദാറ്റ് ബ്രോട്ട് ദ വാർ ടു ദി എൻഡ്. ഈ ലോകമഹായുദ്ധം അവസാനിപ്പിച്ചത് ശാസ്ത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെന്റ്സ് ലിബറലി ഫണ്ടഡ് റിസർച്ച് ലബോറട്ടറീസ് ടു ഹെൽപ്പ് ദം ഇൻ ദ വാർ വിത്ത് ന്യൂ വെപ്പൺസ്, ഡിവൈസസ് ആൻഡ് മെഡിസിൻസ്. വിവിധ സർക്കാരുകൾ ശാസ്ത്ര ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ലബോറട്ടറികൾക്ക് കൈയയച്ച് ധനസഹായം നൽകി. എന്തിനു വേണ്ടി? പുതിയ ആയുധങ്ങൾ, യന്ത്രോപകരണങ്ങൾ, പുതിയ ധാരാളം മരുന്നുകൾ എന്നിവയ്ക്ക് വേണ്ടി. The Germans believed that the German scientists would change the situation with the so-called miracle weapons such as the V2 rocket and jet-powered aircraft. ജർമ്മൻ ശാസ്ത്രജ്ഞർ V2 റോക്കറ്റ്, ജെറ്റ് പവർഡ് എയർക്രാഫ്റ്റ് തുടങ്ങിയ അത്യന്താധുനിക ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആയുധങ്ങളുടെ പിൻബലത്തിൽ അവർ യുദ്ധം ജയിക്കുമെന്ന് ജർമ്മൻകാർ ഉറച്ചു വിശ്വസിച്ചു. അറ്റ് ദ സെയിം ടൈം അമേരിക്ക കോൺസെൻട്രേറ്റഡ് ഓൺ ഡെവലപ്പിംഗ് ദി ആറ്റം ബോംബ്. പക്ഷേ അപ്പുറത്ത് അമേരിക്ക, ഓർക്കണം, ആറ്റം ബോംബ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദി അമേരിക്കൻസ് ന്യൂ ദാറ്റ് ദ ജാപ്പനീസ് വുഡ് നോട്ട് സറണ്ടർ. ജർമ്മനിയുടെ സഖ്യകക്ഷിയായ ജപ്പാൻ കീഴടങ്ങില്ലെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമായി. തന്നെയുമല്ല, മരണം വരെ അവർ പൊരുതുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. സോ ദേ ഡ്രോപ്ഡ് ആറ്റം ബോംബ്സ് ഓൺ ഹിരോഷിമ ആൻഡ് നാഗസാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഒരു മാർഗമേ കണ്ടുള്ളൂ. എന്താ അത്? ഹിരോഷിമ, നാഗസാക്കി തുടങ്ങിയ തന്ത്രപ്രധാനമായ ജാപ്പനീസ് പട്ടണങ്ങൾക്ക് മീതെ അമേരിക്ക ബോംബിട്ടു. അതാ ജപ്പാൻ തവിടുപൊടി. ഇറ്റ് ബ്രോട്ട് ജപ്പാൻ ടു ദെയർ നീസ്. Thus ended the Second World War. ഇങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ഇതാണ് ആ യുദ്ധത്തിൽ സയൻസ് വഹിച്ച പങ്ക്. അതായത് അന്നത്തെ ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമായ ആറ്റം ബോംബാണ് യുദ്ധം അവസാനിപ്പിച്ചത്. Well friends, this is paragraph question number 2. Now take a look at these two questions. Paragraph question number 3 and 6. How can science be used in defense? പ്രതിരോധത്തിന് സയൻസിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? Look at question number 6. Here's a quote. Science is not just about offensive weapons. Comment. അതായത് ആക്രമണത്തിനുള്ള ആയുധ നിർമ്മാണം മാത്രമല്ല സയൻസ് നടത്തുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ? ഈ രണ്ട് ചോദ്യവും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. So take a look at the answer. Science is useful for producing offensive weapons. ശാസ്ത്രം കൊണ്ട് ഇന്ന് രാജ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ഏറ്റവും മികച്ച ആയുധങ്ങൾ ഉണ്ടായി കൊടുക്കുന്നു എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഡിഫൻസ്. അതേസമയം തന്നെ മറ്റു രാജ്യങ്ങളുടെ ആക്രമണത്തെ ചെറുക്കാൻ, അതായത് പ്രതിരോധത്തിനും അത് സഹായിക്കുന്നുണ്ട്. ടുഡേ മെനി അമേരിക്കൻസ് ബിലീവ് ദാറ്റ് ദ പ്രോബ്ലം ഓഫ് ടെററിസം ക്യാൻ ബി സോൾവ്ഡ് ബൈ ടെക്നോളജി rather than by politics. അതായത് ഭീകരവാദത്തെ
രാഷ്ട്രീയം കൊണ്ട് നേരിടുന്നതിനേക്കാൾ ടെക്നോളജി കൊണ്ട് കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിയും എന്ന് ധാരാളം അമേരിക്കക്കാർ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഇൻക്രീസിംഗ് ദ ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഓഫ് നേഷൻസ്. രാജ്യങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സയൻസും ടെക്നോളജിയും ഇന്ന് കൂട്ടായി പരിശ്രമിക്കുന്നുണ്ട്. ഇഫ് ദി അമേരിക്കൻസ് ഫണ്ട് nanotechnology and brain research adequately, it will develop bionic spy flies capable of monitoring the activities of terrorists like Osama bin Laden in secret locations in Afghanistan, Yemen and North Africa. Nanotechnology, brain research തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക കൂടുതൽ പണമിറക്കിയാൽ അഫ്ഗാനിസ്ഥാൻ, യമൻ, നോർത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുള്ള ഒളിസങ്കേതങ്ങളിൽ കഴിയുന്ന ഒസാമ ബിൻ ലാദനെ പോലെയുള്ള അതിഭീകരന്മാരുടെ ഓരോ ചലനങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധിക്കും. എങ്ങനെ? തീരെ കുഞ്ഞു തുമ്പികളെ പോലെ ഇരിക്കുന്ന റോബോട്ടുകൾ, അതായത് ബയോണിക് സ്പൈ ഫ്ലൈസ് എന്ന് പറയും, അവയെ ഉപയോഗിച്ച് നിരീക്ഷിക്കാം. Airports could be fitted with ultra sophisticated fMRI scanners that can recognize angry and hateful thoughts in people's brain. ആളുകളുടെ മനസ്സിൽ കൂടി പോകുന്ന ചിന്തകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന അത്യന്താധുനിക fMRI സ്കാനുകൾ എയർപോർട്ടുകളിൽ ഫിറ്റ് ചെയ്താൽ ദേഷ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുവരുന്ന ശത്രുവിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. Well friends, this is the answer to paragraph questions 3 and 6. Now take a look at paragraph question number 4. Why did President Truman decide to use the new bomb? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി എസ് ട്രൂമാൻ ആറ്റം ബോംബ് പ്രയോഗിക്കാൻ തീരുമാനമെടുത്തതിന് കാരണമെന്ത്? ഇതാണ് ചോദ്യം. Now take a look at the answer. While the Germans were working on rockets and jets, the Americans had successfully developed അറ്റോമിക് ബോംബ്സ്. ജർമ്മൻ ശാസ്ത്രജ്ഞർ അത്യന്താധുനിക റോക്കറ്റും ജെറ്റും ഒക്കെ ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അമേരിക്കൻ ശാസ്ത്രജ്ഞരോ അതിഭീകരനായിട്ടുള്ള ആറ്റം ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാൻ അവർ റെഡി ആയിരിക്കുകയായിരുന്നു. ദ ബോംബ് വാസ് റെഡി ഇൻ ഏർലി ഓഗസ്റ്റ് 1945. 1945 ഓഗസ്റ്റിന്റെ ആരംഭത്തിൽ തന്നെ ഈ അതിഭീകര ബോംബുകൾ തയ്യാറായിരിക്കുകയായിരുന്നു. ബൈ ദാറ്റ് ടൈം ജർമ്മനി ഹാഡ് ഓൾറെഡി സറണ്ടേർഡ് ബട്ട് ജപ്പാൻ വാസ് ഫൈറ്റിംഗ് ഓൺ. ഇതിനോടകം ജർമ്മനി തോൽവി സമ്മതിച്ച് കീഴടങ്ങിയിരുന്നു. എന്നാൽ ജപ്പാനോ വിട്ടുകൊടുത്തില്ല. അമേരിക്കൻ ഫോഴ്സസ് വെർ റെഡി ടു അറ്റാക്ക് ജാപ്പനീസ് ഹോം ഐലൻഡ്സ്. ജപ്പാനെ നേരിട്ട് ആക്രമിക്കാൻ അമേരിക്കൻ സേന തയ്യാറായി നിൽക്കുകയായിരുന്നു. ദ ജാപ്പനീസ് വൗഡ് ടു റെസിസ്റ്റ് ആൻഡ് ഫൈറ്റ് ടു ദ ഡെത്ത്. എന്നാൽ ജപ്പാൻകാരോ അമേരിക്കയുടെ ആക്രമണം ചെറുക്കാനും മരണം വരെ യുദ്ധം ചെയ്യാനും പ്രതിജ്ഞയെടുത്തു. അമേരിക്കൻ ജനറൽസ് ടോൾഡ് പ്രസിഡന്റ് ട്രൂമാൻ ദാറ്റ് ആൻ ഇൻവേഷൻ ഓഫ് ജപ്പാൻ വുഡ് കോസ്റ്റ് ദ ലൈവ്സ് ഓഫ് 1 million അമേരിക്കൻ സോൾജേഴ്സ് ആൻഡ് വുഡ് എക്സ്റ്റെൻഡ് ദ വാർ വെൽ ഇൻടു 1946. അമേരിക്കൻ പട്ടാള മേധാവികൾ പ്രസിഡന്റ് ട്രൂമാനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ജപ്പാനെ നേരിട്ട് ആക്രമിച്ചാൽ ദശലക്ഷക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടും. അതോടൊപ്പം യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. പിന്നെയോ 1946 ആയാലും യുദ്ധം തീരില്ല. ട്രൂമാൻ ഡിസൈഡഡ് ടു യൂസ് ദ ന്യൂ ബോംബ്. അപ്പോൾ തന്നെ ട്രൂമാൻ തീരുമാനമെടുത്തു, തട്ടിക്കളയാം. 2 weeks and 2 atom bombs later, Japan surrendered unconditionally and the war ended on 14th of August 1945. വെറും 2 ആഴ്ചയെ വേണ്ടി വന്നുള്ളൂ. 2 ആറ്റം ബോംബും ജപ്പാൻ തവിടുപൊടി. അവർ നിരുപാധികം കീഴടങ്ങി. അങ്ങനെ 1945 ഓഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. This is paragraph question number 4. Now paragraph question number 5. Discuss the invention of gunpowder and its subsequent use. വെടിമരുന്നിന്റെ കണ്ടുപിടുത്തവും പിൽക്കാലത്തുള്ള അതിന്റെ ഉപയോഗവും ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. ഗൺ പൗഡർ വാസ് ഇൻവെന്റഡ് ബൈ ചൈന. ഇറ്റ് കെയിം ആക്സിഡന്റലി, നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച്. ചൈനക്കാരാണ് വെടിമരുന്ന് കണ്ടുപിടിച്ചത്. ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഫലമായല്ല അതുണ്ടായത്. പിന്നെയോ തികച്ചും യാദൃശ്ചികമായി. ഇറ്റ് വാസ് ഇൻവെന്റഡ് accidentally by Taoist alchemists searching for the elixir of life that would make man immortal. മരണത്തെ തോൽപ്പിക്കാനുള്ള ഔഷധ കൂട്ടുകൾ തിരയുന്നതിനിടയിൽ ഡാവോയിസ്റ്റുകളുടെ കണ്ണുകളിലാണ് അത് യാദൃശ്യമായി പെടുന്നത്. For centuries the Chinese used the gunpowder mainly for firecrackers. നൂറ്റാണ്ടുകളായി ചൈനക്കാർ പടക്ക നിർമ്മാണത്തിനാണ് വെടിമരുന്ന് ഉപയോഗിച്ചിരുന്നത്. Even though they had the gunpowder, they were defeated by the Mongols. ചൈനയുടെ കൈവശം വെടിമരുന്ന് ഉണ്ടായിട്ടും മംഗോളിയന്മാർ അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. They never thought of inventing a dangerous weapon like a bomb. അപകടകാരിയായ ഒരു ബോംബ് ഉണ്ടാക്കുന്നതിനെ പറ്റി ചൈന ഒരിക്കലും ചിന്തിച്ചില്ല. Cannons became a decisive factor in Afro-Asian battlefields only in the 15th century. That is 600 years after the invention of gunpowder. കണ്ടുപിടിച്ച് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് ശേഷം, അതായത് 15ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും യുദ്ധരംഗത്ത് വെടിമരുന്ന് നിറച്ച പീരങ്കികൾ ഒരു നിർണായക ഘടകമായത്. Until then, no kings
scholars or merchants thought that the new military technology could save them or make them rich. ഈ പുതിയ മിലിറ്ററി സാങ്കേതിക വിദ്യയ്ക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും അവരെ കൂടുതൽ ധനികരാക്കാൻ കഴിയുമെന്നും അന്ന് വരെ ഒരു രാജാവും ഒരു പണ്ഡിതനും ഒരു വ്യാപാരിയും ചിന്തിച്ചിരുന്നില്ല. Well friends, this is the answer. Now here is the last paragraph question. How did the ancient rulers fight and win wars? പഴയ കാലത്ത് ഭരണാധികാരികൾ എങ്ങനെയാണ് യുദ്ധം ചെയ്തതും ജയിച്ചതും? The ancient rulers fought and won wars not by using sophisticated weapons supplied by science and technology. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർമ്മിച്ചു കൊടുത്ത അത്യന്താധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചല്ല പഴയ കാലത്ത് ഭരണാധികാരികൾ യുദ്ധം ചെയ്തതും ജയിച്ചതും. They did not give much thought to technological improvement. സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തേണ്ട ആവശ്യകത അവർക്ക് തോന്നിയിരുന്നില്ല. The Arabs defeated Sassanid Empire not by using superior bows and arrows. 7ാം നൂറ്റാണ്ട് വരെ ഇറാനിൽ ഉണ്ടായിരുന്ന സസാനിയൻ എംപയർ, ഓർക്കണം അന്നവിടെ ഇസ്ലാം മതം വന്നിരുന്നില്ല, അവരെ അറബികൾ പരാജയപ്പെടുത്തിയത് ആധുനിക അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നില്ല. The Seljuks had no technological advantage over the Byzantines. മധ്യ കാലഘട്ടത്തിൽ തുർക്കി, പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടന്നിരുന്ന സെൽജൂക്ക് എന്ന സാമ്രാജ്യത്തിന് അന്നത്തെ റോമ സാമ്രാജ്യമായിരുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തെക്കാൾ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ മെച്ചമൊന്നും അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല. The Mongols conquered China not because they had sophisticated weapons. മംഗോളിയന്മാർ ചൈനയെ പരാജയപ്പെടുത്തിയത് അവർക്ക് ആധുനിക ആയുധ ശേഖരം ഉണ്ടായിരുന്നതുകൊണ്ടല്ല. In fact, in all these cases, the defeated side enjoyed superior military and civilian technology. സത്യം പറഞ്ഞാൽ ഇപ്പറഞ്ഞ സംഭവങ്ങളിലെല്ലാം തന്നെ തോൽവി സംഭവിച്ച രാജ്യങ്ങൾക്കായിരുന്നു മിലിറ്ററി, സിവിലിയൻ ടെക്നോളജിയുടെ കാര്യത്തിൽ ആധിപത്യം അഥവാ മേന്മ കൂടുതൽ. The Roman army is a particularly good example. റോമ സാമ്രാജ്യത്തിന്റെ കാര്യം ഒരു നല്ല ഉദാഹരണമാണ്. It was the best army of its day, but it was not ടെക്നോളജിക്കലി സുപ്പീരിയർ. അക്കാലത്തെ ഏറ്റവും മികച്ച പട്ടാളമായിരുന്നു അവരുടേത്. പക്ഷേ സാങ്കേതിക വിദ്യയുടെ മേന്മയൊന്നും അവർക്ക് അവകാശപ്പെടാൻ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് അഡ്വാൻറ്റേജ് റെസ്റ്റഡ് ഓൺ എഫിഷ്യന്റ് ഓർഗനൈസേഷൻ, അയൺ ഡിസിപ്ലിൻ ആൻഡ് ഹ്യൂജ് മാൻ പവർ റിസർവ്സ്. അവരുടെ മേന്മ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മികച്ച സംഘാടനം, സൂപ്പർ ഡിസിപ്ലിൻ, നല്ല മനുഷ്യ വിഭവശേഷി ഇവയായിരുന്നു. Well friends, these are the paragraph questions. Now take a look at the essay. Question number 1. Comment on the difference in the use of technology by ancient and modern rulers. Technology, അതായത് മികച്ച സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ ആധുനിക കാലത്തെ ഭരണാധികാരികളും മുൻകാല ഭരണാധികാരികളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാണുന്നത്? ഇതാണ് ചോദ്യം. Now here is paragraph number 1. In the chapter Knowledge is Power, Harari talks about the difference in the use of technology by ancient and modern rulers. നോളജ് ഈസ് പവർ എന്ന ഈ ചാപ്റ്ററിൽ ഈ വിഷയത്തെ പറ്റിയാണ് ഹരാരി സംസാരിക്കുന്നത്. ഏത് വിഷയം? ടെക്നോളജി, അതായത് മികച്ച സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന കാര്യത്തിൽ പഴയ ഭരണാധികാരികളും പുതിയ ഭരണാധികാരികളും തമ്മിലുള്ള വ്യത്യാസം. The ancient rulers did not give much thought to technological improvement, especially during warfare. യുദ്ധങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ മേൽക്കൈ പ്രയോജനപ്പെടുത്താൻ പഴയകാല ഭരണാധികാരികൾ അധികം ശ്രദ്ധിച്ചിരുന്നില്ല. However, today's wars are scientific productions. എന്നാൽ ഇന്നത്തെ യുദ്ധങ്ങളെല്ലാം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നങ്ങളാണ്. This is paragraph number 1. Now friends, paragraph number 2. The ancient rulers fought and won wars not by using sophisticated weapons supplied by science and technology. പഴയ കാലത്ത് ഭരണാധികാരികൾ യുദ്ധങ്ങൾ ചെയ്തതും വിജയിച്ചതും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നിർമ്മിച്ചു കൊടുത്ത അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നില്ല. The Arabs defeated Sassanid Empire not by using superior bows and arrows. അറബികൾ വലിയ സസാനിയൻ സാമ്രാജ്യത്തിനെ തോൽപ്പിച്ചത് കൂടുതൽ മേന്മയുള്ള ആധുനിക അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നില്ല. The Seljuks had no technological advantage over the Byzantines. സെൽജൂക്ക് സാമ്രാജ്യത്തിന് ബൈസന്റൈൻ സാമ്രാജ്യത്തെക്കാൾ സാങ്കേതിക മികവ് ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. The Mongols conquered China not because they had sophisticated weapons. അതുപോലെ തന്നെ മംഗോളിയന്മാർ ചൈനയെ അടിയറവ് പറയിച്ചത് ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നില്ല. In fact, in all these cases, the vanquished
enjoyed superior military and civilian technology. ഈ ഉദാഹരണങ്ങളിലെല്ലാം തന്നെ യുദ്ധത്തിൽ തോറ്റ രാജ്യങ്ങൾക്കായിരുന്നു കൂടുതൽ മികച്ച മിലിറ്ററി സിവിലിയൻ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നത്. The advantage of the Roman army was its efficient organization, discipline and huge manpower reserves. റോമൻ പട്ടാളത്തിന് കിടയറ്റ സംഘാടനം, ഡിസിപ്ലിൻ, ഒരിക്കലും പറ്റാത്ത മനുഷ്യ വിഭവശേഷി എന്നിവയുടെ കാര്യത്തിൽ മികവുണ്ടായിരുന്നു. This is paragraph number 2. Now take a look at paragraph number 3. Modern states, on the other hand, call in their scientists to provide solutions. നേരെ മറിച്ച് ആധുനിക കാലത്ത് ഭരണാധികാരികൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. When the First World War got prolonged, both sides called in the scientists to break the deadlock and save the nation. ഒന്നാം ലോക മഹായുദ്ധം അനന്തമായി നീണ്ടുപോയപ്പോൾ രണ്ട് മുന്നണികളും യുദ്ധം അവസാനിപ്പിച്ച് രാജ്യങ്ങളെ രക്ഷപ്പെടുത്താൻ ശാസ്ത്രജ്ഞരോടാണ് ആവശ്യപ്പെട്ടത്. സയൻസ് പ്ലേഡ് എ ലാർജർ റോൾ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിലും ശാസ്ത്രത്തിന് കൂടുതൽ വലിയ പങ്കുണ്ടായിരുന്നു. When Japan vowed to fight on till death, President Truman put an end to the crisis by using the new bomb. മരണം വരെ പോരാടുമെന്ന് ജപ്പാൻ പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ ആ പ്രതിസന്ധി തീർത്തത് ശാസ്ത്രം അന്ന് പുതിയതായി നിർമ്മിച്ചെടുത്ത ആറ്റം ബോംബ് പ്രയോഗിച്ചാണ്. Now scientists also believe that the plague of terrorism can be solved by nanotechnology. ഇന്നിപ്പോൾ ഭീകരവാദമെന്ന ഭീഷണിയെ നേരിടാൻ നാനോ ടെക്നോളജിയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മുടെ ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. Well friends, this is paragraph number 3. Now here is paragraph number 4, the last paragraph. Whereas modern states calling their scientists for solutions in almost every area, ancient kingdoms seldom did so. ഇന്നത്തെ ഭരണാധികാരികൾ ഭരണതലത്തിൽ ഉണ്ടാകുന്ന വിവിധ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്രജ്ഞന്മാരുടെ സഹായം തേടുമ്പോൾ പഴയ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. This is how the ancient and modern rulers differed in the use of technology. ടെക്നോളജിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യാസമാണ് പഴയതും പുതിയതുമായ രാജ്യ ഭരണ തലവന്മാർ തമ്മിലുള്ളത്. Well friends, this is the end of the first essay. ഇനി നമുക്ക് രണ്ട് എസ്സേകളും കൂടിയുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഉത്തരം PDF ൽ കൊടുത്തിട്ടുണ്ട്. Essay question number 2. Critically examine the chapter Knowledge is Power by Yuval Noah Harari. യുവാൽ നോവ ഹരാരിയുടെ Knowledge is Power എന്ന ചാപ്റ്റർ ഒന്ന് വിമർശനാത്മകമായി വിലയിരുത്തുക. ഇതാണ് ചോദ്യം. ഏതാണ്ട് 235 വാക്കിൽ 4 പാരഗ്രാഫിൽ ഈ എസ്സേ നല്ല വൃത്തിയായി തയ്യാറാക്കിയിട്ടുണ്ട്. എസ്സേ ക്വസ്റ്റ്യൻ നമ്പർ 3. ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മിലിറ്ററി വെപ്പൺ. ഇന്ന് ലോകത്തിൽ കാണുന്ന യുദ്ധോപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും വളർച്ചയുടെ ഒരു ചരിത്രം പരിശോധിക്കുക. ഇതാണ് ചോദ്യം. കൃത്യം 268 വാക്കിൽ 5 പാരഗ്രാഫിലായിട്ട് ഈ എസ്സേ തയ്യാറാക്കി PDF ൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രണ്ട് എസ്സേയിലും പറയുന്നത്. ഈ വീഡിയോ സമാധാനപരമായി മനസ്സിരുത്തി ഒന്ന് കേട്ടതിന് ശേഷം ആ എസ്സേ രണ്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ല പച്ചവെള്ളം പോലെ മനസ്സിലാവും. ഇത് ഉറപ്പ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you soon in another video. Bye bye.